കഴിഞ്ഞ പരീക്ഷയൊക്കെ നിനക്ക് എളുപ്പമാണെന്ന് പറഞ്ഞാൽ നേര് തന്നെയാണല്ലോ, വെറുതെ പറയുന്നൊന്നും അല്ലല്ലോ. സത്യ ചേട്ടത്തി, എനിക്ക് എക്സാം ഒക്കെ കഴിഞ്ഞതൊക്കെ എളുപ്പമായിരുന്നു. ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഞാൻ എന്തായാലും മുന്നിലുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. അത് മാത്രമല്ല, എനിക്ക് ജോലിയും കിട്ടും. ഉം കിട്ടിയാ മതി, എനിക്കത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് പ്രായം ഇത്ര ആയില്ലേ, കുറെ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. ഞാൻ പറയുന്ന കല്യാണം അങ്ങ് നടത്തിയേക്കാന്നാ. കല്യാണം കഴിഞ്ഞ് വേണമെങ്കിലും പരീക്ഷ എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്യാലോ. ഇതിപ്പം വയസ്സ് കുറെ ആയി, അതുകൊണ്ട് ഇനിയിപ്പം മതി പഠിച്ചതും പരീക്ഷ എഴുതിയതും ഒക്കെ. അമ്മ, ഈ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിത്തമൊക്കെ എങ്ങനെയാവും നമുക്ക് പറയാൻ പറ്റൂല. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള കോൺസെൻട്രേഷൻ ഒന്നും പിന്നെ കിട്ടൂല. അവൾക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് അത്രയും വിശ്വാസം. അതിപ്പോ അവക്കും കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ അവൾ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നുണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഇനിയിപ്പോ എന്നെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് വിട്ടേക്ക്, കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത്. ഇതിപ്പോ കല്യാണം കഴിക്കേണ്ട ഒരു സമയമാകുമ്പോഴാണ് ഇങ്ങനത്തെ കല്യാണം കഴിക്കാനുള്ള താല്പര്യമൊക്കെ വരുന്നതേ. അവൾക്ക് താല്പര്യമുള്ളപ്പോ പിന്നെ മോളെന്തിനാ ഈ വാശി പിടിക്കുന്നേ? അതൊക്കെ പണ്ട്. എനിക്കിപ്പോ അങ്ങനെയൊന്നും ഇല്ലമ്മേ. അതൊക്കെ എനിക്ക് വിവരമില്ലാതിരുന്ന സമയത്ത് തോന്നിയതാ, കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം എന്നൊക്കെ. ഇപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ചൊരു ജോലി വാങ്ങണം. ചേട്ടത്തി പറഞ്ഞപ്പോഴല്ലേ എനിക്കെല്ലാം മനസ്സിലായത്. ജീവിതം എന്താന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവള് പറഞ്ഞത് അമ്മ കേട്ടല്ലോ. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനായില്ലേ? അവൾക്കിപ്പൊ കെട്ടണമെന്നൊന്നുമില്ല. പഠിച്ചൊരു ജോലി മേടിക്കണം എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. എന്റെ പൊന്നു മനുഷ്യ, അവക്കിപ്പോ കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്. ജോലി കിട്ടിക്കഴിഞ്ഞു മതിയെന്ന്. ഇതൊരു നല്ല ആലോചനയായിരുന്നു. എന്റെ കൂട്ടുകാരിയുടെ മോനല്ലേ ചെറുക്കൻ, MBA വരെ പഠിച്ചു തന്നെ. ടെക്നോ പാർക്കിൽ നല്ല ജോലിയും ഉണ്ട്. ഹാ, എന്നാ പിന്നെ അങ്ങ് നടത്തിയേക്കാം. എന്നാ അവളെന്നെ സമ്മതിക്കാത്ത തന്നെ? ആർക്കറിയാം. കുറച്ചുനാൾ മുമ്പ് വരെ എന്നെ കല്യാണം നടത്തിത്താ, എന്നെ കെട്ടിക്കെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പെണ്ണ. ഇപ്പൊ പറയുന്നത് ജോലിയായിട്ട് മതി കല്യാണം എന്ന്. ഈ ജോലിയൊക്കെ എപ്പോ കിട്ടുന്ന വിചാരിച്ചിട്ടാ? നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഉം പറഞ്ഞ് മനസ്സിലാക്കാനോ? നമ്മൾ പറയുന്നത് വരെ നമ്മുടെ മോള് കേൾക്കുവോ? അവൾക്ക് അവളുടെ ചേട്ടന്റെ ഭാര്യ പറയുന്നതല്ലേ വേദവാക്യം. ആ, നമ്മുടെ മരുമോളെ, മരുമോള് പറയുന്നത് നമ്മുടെ മകളിപ്പോ കേൾക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാൻ ഒരു ഇതുമില്ല. അവളെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് കെട്ടാൻ ആഗ്രഹം ഉണ്ടായിരുന്ന വീടിന് ഇപ്പൊ കെട്ടണ്ട, അത്ര തന്നെ. എന്നാ പാല്. അയ്യോ, പാലിന്റെ കഴിഞ്ഞ മാസത്തെ പൈസ തന്നില്ലല്ലോ ഭാരതി. അവൾ എന്റെ കയ്യിലൊന്നും തന്ന് ഏൽപ്പിച്ചില്ല. ഇനി മറന്നുപോയെന്ന് അറിയത്തില്ല കേട്ടോ, നാളെ തരാം. പാലിന്റെ പൈസ മിനിഞ്ഞാന്ന് തന്നല്ലോ. അവള് ജോലിക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവിടെ പശുവിനെ പുല്ല് ചെത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പൊ പൈസ തന്നായിരുന്നു. ആ, തന്നോ? ആ, അല്ല, മോളെ കെട്ടിക്കാനൊന്നും ഒരു പ്ലാനൊന്നും ഇല്ലേ? പ്രായം കുറെ ആയില്ലേ? എന്റെ ബന്ധുക്കാരിലൊരു സ്വയംഭം ചെറുക്കനുണ്ട്, നമുക്കൊന്ന് ആലോചിച്ച. എന്റെ പൊന്നു ഭാരതി, പെണ്ണിന് ഇഷ്ടം പോലെ കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. പക്ഷെ സമ്മതിക്കണ്ടേ? ജോലി കിട്ടി കഴിഞ്ഞിട്ട് മതിയെന്ന് കല്യാണം. ആ, ഗവൺമെന്റ് ജോലിയല്ലേ, അത് നോക്കി ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. പെണ്ണിവിടെ നിക്കത്തേ ഉള്ളേ, ഞാൻ പറഞ്ഞേക്കാം. ആ, ഇതിപ്പോ ചേട്ടത്തിയമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. നമ്മൾ പറയുന്നൊന്നും അനുസരിക്കുകയില്ല. കാരണവന്മാര് പറയുന്നൊന്നും കേൾക്കുകയൊന്നുമില്ല. എന്റെ മരുമോൾ ഓതി കൊടുക്കുന്നതാണ് ഇപ്പൊ എന്റെ മകൾക്ക് വേദവാക്യം. അയ്യോ, മരുമോളെ കുറിച്ച് പറയുമ്പോ അങ്ങ് ആയിരം നാവായിരുന്നല്ലോ. മരുമോളുടെ പേര് വിജി എന്നാണെങ്കിൽ ഇന്ന് വരെ ആ പേര് ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മോളേന്ന് തികച്ചു വിളിക്കാനായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? മരുമോള് വീട്ട് തെറ്റിയോ? എനിക്ക് മരുമോള് കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു വേറെ ആരും. ഞാൻ അതുപോലെ തലേ കയറ്റി വെച്ചോണ്ട് നടന്ന് ഇപ്പൊ അബദ്ധമായി എന്നാ തോന്നുന്നത്. ഇതിപ്പോ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ജോലി എപ്പോ കിട്ടുമെന്നും പറഞ്ഞിട്ട് പെണ്ണിന് പ്രായമായില്ലേ. എനിക്കാണെങ്കിൽ മനസ്സിനകത്ത് ആദ്യം വെപ്രാളവാ. ചേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ വിട്ടാൽ പറ്റുമൊന്നുമില്ല. ഞാനിപ്പം അത്യാവശ്യം സ്നേഹം കൊടുത്ത് എല്ലാ കാര്യങ്ങളും അവളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തപ്പം അവളിപ്പോ എന്റെ തലയിൽ കയറിയിരിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. നോക്കാം, എവിടം വരെ പോകും നോക്കാം. എന്നാ ഞാനങ്ങ് പോട്ടെ കേട്ടോ. ഉം അമ്മ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അവളെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയെ പോലെ കാണുന്നത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാലോ. അവൾക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ ഞാൻ. അല്ല, ജോലി കിട്ടിയില്ലെങ്കിൽ അവളിവിടെ മൂത്ത് വരച്ച് നിക്കട്ടെ എന്നാണോ നീ പറയുന്നത്? നീ ദയവ് ചെയ്തിട്ട് അവളെ ഉപദേശിക്കാനോ അവളുടെ പുറകെ നടക്കാനോ നിൽക്കണ്ട. അവളുടെ കാര്യം അവൾ നോക്കിക്കോളും. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ഭർത്താവിന്റെയും നിന്റെ മക്കളുടെയും കാര്യം മാത്രം നീ നോക്കിയാൽ മതി. അവളെ ഉപദേശിക്കാൻ വേണ്ടിട്ട് പുറകെ ചെല്ലണ്ട. അതിനിപ്പോ കാരണവന്മാരിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ചേട്ടത്തി, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ചേട്ടത്തി വാ. നീ അമ്മേനെ വിളിച്ചോണ്ട് പോ. അതെന്താ? ഞാൻ എപ്പോ പുറത്തു പോയാലും ചേട്ടത്തിനെയും കൂട്ടിക്കൊണ്ടല്ലേ പോകുന്നേ. ചേട്ടത്തി വന്നാലേ ശരിയാവുള്ളൂ. അമ്മ വന്നെ, അമ്മയുടെ കൂടെ പോകാൻ എനിക്ക് ഇഷ്ടമല്ല. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവൂല. നീ വെറുതെ ഏത് സമയവും ചേട്ടത്തി ചേട്ടത്തി എന്ന് വിളിച്ച് എന്റെ പുറകെ നടക്കണ്ട. നിന്റെ കാര്യം നീ നോക്കിക്കോ. ഇനി നിന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ ഞാനൊട്ട് വരികയില്ല. എന്തിനാ വെറുതെ? പിന്നെ നീ എന്നോട് എപ്പോഴും ഇങ്ങനെ മിണ്ടാനൊന്നും വരണ്ടേ. അതെന്താ ചേട്ടത്തി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല.
നീ എന്റെ സ്വന്തം അനിയത്തിയൊന്നും അല്ലല്ലോ, എന്റെ ഭർത്താവിന്റെ അനിയത്തിയല്ലേ. അപ്പൊ ഇത്രയൊക്കെ മതിയെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ചേട്ടത്തി, നീ പോവാൻ നോക്ക്. നമുക്ക് വീട് മാറാന്ന് നേരത്തെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീയല്ലേ സമ്മതിക്കാതിരുന്നത്? അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരനിയനുണ്ടല്ലോ, അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട് മാറുന്നതല്ലേ ശരിയെന്ന് തോന്നിപ്പോയി. അതുകൊണ്ട് ഞാൻ അന്ന് വീട് മാറണ്ട ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, അച്ഛൻ എന്റെ പേരിൽ എഴുതുന്ന സ്ഥലം നമുക്ക് വിൽക്കാം, എന്നിട്ട് ഒരു വീട് അങ്ങ് വാങ്ങിക്കാം. അതാ നല്ലതെന്ന് തോന്നുന്നു. വാങ്ങിക്കാന്നോ? അതെന്നാ? അതാവുമ്പോ പെട്ടെന്ന് മാറാലോ എന്ന് വിചാരിച്ചിട്ടാ. പെട്ടെന്ന് മാറാനോ? അതെന്നാ ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത? ഇല്ല, ഒന്നുമില്ല, അതാ ശരിയെന്ന് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. നീ തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് പോണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? ഓ, ഒന്നിനും ഒരു മൂടില്ല. ചേട്ടത്തി ഇല്ലാത്തതുകൊണ്ട് ഒരു രസവും ഇല്ല. ചേട്ടത്തിയും കൂടെ വേണ്ടതായിരുന്നു ഈ സമയത്ത്. ഈ വീട് മൊത്തത്തിൽ ഉറങ്ങിപ്പോയി ചേട്ടത്തി പോയ പിന്നെ. എല്ലാത്തിനും അമ്മ ഒറ്റ ഒരുത്തിയ കാരണക്കാരി. ഇതിപ്പോ എന്തായാലും അവര് മാറി താമസിക്കേണ്ടതാ. അതിപ്പോ കുറച്ച് നേരത്തെ മാറി, അതിനിപ്പോ എന്താ കുഴപ്പം എന്താ? നീ ഇപ്പൊ നിന്റെ കല്യാണക്കാരി മാത്രം ചിന്തിച്ചാ മതി. അടുത്ത മാസം 13-ാം തീയതി കല്യാണമാ. അപ്പൊ അതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം മതി, വേറെ ഒന്നും നീ ചിന്തിക്കാൻ നിൽക്കണ്ട. അമ്മയ്ക്ക് എങ്ങനെയാ അമ്മ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പറയാൻ തോന്നുന്നത്? പഴയതൊക്കെ അമ്മ ഇത്ര വേഗം മറന്നുപോയോ? ഒരു ചെറിയ ജോലിയും വെച്ച് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിട്ടാ ചേട്ടത്തി നോക്കിക്കൊണ്ടിരുന്നത്. എന്റെ കോളേജിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ആരുടെങ്കിലും കല്യാണോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് മാറി മാറി ഡ്രസ്സുകളും ബാക്കി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകും, വേണ്ടതെല്ലാം വാങ്ങിത്തരും. അങ്ങനെ ഒരു ചേട്ടത്തിനെ എവിടെ കിട്ടുമായിരുന്നു? അതെല്ലാം പോട്ടെ, അമ്മയുടെ ഇളയ മോനുണ്ടല്ലോ, അവനെ വലിയ കോഴ്സും പഠിപ്പിച്ച് വലിയ ജോലിക്കാരനാക്കാൻ വേണ്ടിയിട്ട് ചേട്ടത്തി മുടക്കിയത് 10 പവനാ. സ്വന്തം അച്ഛൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി കൊടുത്ത 10 പവൻ എടുത്ത് വിറ്റിട്ടാണ് ഭർത്താവിന്റെ അനിയനെ ചേട്ടത്തി പഠിപ്പിച്ചത്. അത്രയും നല്ലൊരു മരുമോളെ അമ്മയ്ക്ക് എവിടുന്ന് കിട്ടും അമ്മേ? ഓ, നീ അമ്മേന്റെ ജോലിക്കാരനായ ഇളയ മോൻ കെട്ടിക്കൊണ്ട് വരുമല്ലോ, കാണാം ഇതുപോലത്തെ ഒരു മരുമോളെ ഇനി ഭൂമിയിൽ ജനിക്കുകയില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. നീ നിന്റെ കാര്യം നോക്ക്. ഇതൊന്നും ആരും പറഞ്ഞു ജയിച്ചൊന്നുമല്ലല്ലോ, അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാ വലിയ ആളാകാൻ വേണ്ടിട്ട്. ഈ അമ്മേനെ സമ്മതിക്കണം. അമ്മേനെ അച്ഛനെയും പാവം ചേട്ടത്തി കൈവെള്ളയെ വെച്ചിട്ടാ നോക്കിക്കൊണ്ടിരുന്നത്. തീരുമ്പോ ഗുളിക, മരുന്ന്, എന്തിനൊന്ന് തലവേദന എടുത്താ ഒന്ന് തുമ്മിയാല് അന്നേരം അമ്മേനെ വിളിച്ച് ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെ സ്നേഹിച്ച ചേട്ടത്തിയോട് ഈ അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? ഓ, നിനക്ക് ജോലി കിട്ടി, അപ്പോയിന്റ്മെന്റ് ഓർഡർ വന്നു എന്നൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിക്കപ്പുറത്തി ഉണ്ടോ, ഞാൻ ഓടി വരുമായിരുന്നു. ഇന്നലെ വന്നെങ്കിലും ഞാൻ ഇന്നല്ലേ അറിയുന്നത്. ഞാൻ അതുകൊണ്ട് പിള്ളേരെ സ്കൂളിൽ കയറ്റി വിടാൻ വേണ്ടി അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ ഏൽപ്പിച്ചിട്ട് ഓടി വരുമായിരുന്നു. എന്റെ ഹസ്ബൻഡ് വന്നില്ലേ? നീ ഒറ്റയ്ക്കാണോ വന്നത്? അവന് ജോലി തിരക്കായിരിക്കും അല്ലേ? ഇന്ന് ലെറ്റർ എടുത്തോണ്ട് പോവാൻ, ഞാനൊന്ന് കാണട്ടെ. ഇതൊന്നും നിനക്കൊരു സന്തോഷമില്ലാത്തേ? ജോലി കിട്ടിയിട്ട് നിന്റെ എത്ര നാളത്തെ കഷ്ടപ്പാടാ. ഞാൻ എത്ര സ്ഥലത്ത് നേർന്നിട്ടുണ്ടെന്നറിയോ നിനക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇനി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളൊന്നും ബാക്കിയില്ല. എന്ത് സന്തോഷമാണെന്നറിയോ? നീ എന്താ ഇങ്ങനെ സന്തോഷം ഇല്ലാതെ നിൽക്കുന്നേ? എന്തേ അവൻ എന്താ വരാത്തെ? ഹസ്ബൻഡ് അയാളൊരു ഭ്രാന്തനാ ചേച്ചി, വട്ട അയാൾക്ക്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് ഒരാഴ്ചയായി. അയാളുടെ വീട്ടിൽ നിന്ന് തീർത്തും പോന്നതാ, എല്ലാം ഉപേക്ഷിച്ച് പോന്നതാ ഞാൻ. അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ സ്വബോധമുള്ളവരോടല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞ് ചെന്ന് കുറച്ച് നാളുകൊണ്ട് ഞാൻ കാണുന്നതാ അവിടെ ഇവിടെയൊക്കെ കാലി സിറിഞ്ച് കിടക്കുന്നത്. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല, പിന്നെയാ മനസ്സിലായി അയാള് മയക്കുമരുന്നിന്റെ അടിമയാന്ന്. അത് മാത്രമല്ല, ഒരുപാട് പെണ്ണുങ്ങളുമായിട്ടും അയാൾക്ക് ബന്ധമുണ്ട്. ആദ്യമൊക്കെ അമ്മ പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യുന്നു, അമ്മയുടെ കൂട്ടുകാരുടെ മോനാണല്ലോ, പിന്നെ അയാൾ എന്നെ കൊന്നു കളയുന്നായപ്പോഴാ ഇങ്ങോട്ട് പോന്നോളാൻ അമ്മ പറഞ്ഞത്. നീ ഒരാഴ്ചയായി വന്നിട്ടൊന്നും ഞാൻ അറിഞ്ഞില്ല. ചേട്ടൻ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നായിരുന്നു. ഞാൻ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തോണ്ടാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാത്തത്. നിന്റെ കല്യാണം കഴിഞ്ഞ് പോയിട്ടും അമ്മയ്ക്ക് എന്തോ എന്നോട് ദേഷ്യം പോലെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അറ്റുപോയതൊന്നും കൂട്ടിക്കെട്ടിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് പിന്നെ ഞാനും ഇങ്ങോട്ട് വരാതായത്. ചേട്ടനും പിള്ളേരും ആഴ്ചക്ക് ഇങ്ങോട്ട് വരുവാറുണ്ടായിരുന്നു. സാരമില്ല, നിനക്ക് എന്തായാലും ഇപ്പൊ ഒരു ജോലി കിട്ടിയില്ലേ, സ്വന്തം കാലം നിൽക്കാലോ. ഇനിയിപ്പോ നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട. നീ ഇനി അങ്ങോട്ട് ജീവിച്ചു തുടങ്ങുക വേണ്ടത്. നിനക്ക് ഇനി നല്ല ജീവിതമൊക്കെ കിട്ടും. അതുകൊണ്ട് പഴയതൊക്കെ നീ മറക്ക്. നീ ഒരു കാര്യം ചെയ്യ്, കുറച്ചു ദിവസം വന്ന് ചേട്ടത്തിലൂടെ നിൽക്കി കേട്ടോ, വിഷമിക്കാതെ. എല്ലാം തകർന്ന് ഞാനിവിടെ വന്നിട്ട് ചത്തുകളയാൻ നോക്കിയതാ. അപ്പോഴ ദൈവത്തിന്റെ അനുഗ്രഹം പോലെ ജോലി കിട്ടുന്നത്. അതുകൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് കടപ്പാട് മൊത്തം ചേച്ചിയോടാ. ചേച്ചി എന്നെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് എന്റെ കയ്യിലുണ്ടാവുമായിരുന്നില്ല. എന്റെ ജീവിതം മൊത്തം ഞാൻ ചേച്ചിയോട് കടപ്പെട്ടിരിക്കുക.
അതൊക്കെ ഞാൻ എന്റെ കടമയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് സ്വന്തമായിട്ടൊരു അനിയത്തി ഇല്ലല്ലോ. നീ എന്റെ മനസ്സിൽ എപ്പോഴും എന്റെ കുഞ്ഞ് അനിയത്തി തന്നെയാ. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഉം. അമ്മേ, മോള് വന്നോ? എനിക്കങ്ങോട്ട് വരാവോ? അമ്മയോട് ക്ഷമിക്കും മോളെ. അമ്മ ഇതൊന്നും ഓർത്തില്ല. മകൾക്ക് പ്രായമായി വരുവോ, എങ്ങനെയും കെട്ടിക്കണം എന്നുള്ള ചിന്തയിലാ ഞാൻ എന്തൊക്കെയോ നിന്നെ പറഞ്ഞു പോയത്. വേറെ ആരും നിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഈ അമ്മ നിന്നെ മനസ്സിലാക്കണമായിരുന്നു. അതിന് ദൈവം തന്നെ ശിക്ഷയാ. അങ്ങനെ ഇപ്പൊ അമ്മ കരുതുന്നത്. എന്തായാലും അവക്ക് ജോലി കിട്ടിയല്ലോ, അതോർത്തിട്ട് അമ്മ സമാധാനിക്ക്. പോയതൊക്കെ പോട്ടെ. ഒരു സ്വപ്നം കണ്ട പോലെ വിചാരിച്ചാൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ. ഹും. ഒരു ജോലിയാണ് പെണ്ണിന് ഏറ്റവും വലിയ കരുത്തുന്ന് അമ്മ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. അത് മതി.